ഇന്ന് നടന്ന രണ്ടാമത്തെ മത്സരമാണ് ക്രിക്കറ്റ് ആരാധകരെ ആവേശകരമാക്കിയത്. ടോട്ടൽ 412 റൺസാണ് രണ്ട് ടീമും കൂടി അടിച്ചുകൂട്ടിയത്. ലാസ്റ്റ് ബോൾ വരെ ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. ഒടുവിൽ കൊൽക്കത്ത കളി ജയിച്ചു. ഈ ഒരു മാച്ചിന്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ശരിക്കും ഇന്ന് SRH കളി ജയിക്കേണ്ടതായിരുന്നു. എന്നാൽ അവർ അവസാന നിമിഷം കൊണ്ടുപോയി കളഞ്ഞു. ക്ലാസന്റെ വെടിക്കെട്ടിനും SRHനെ രക്ഷിക്കാൻ സാധിച്ചില്ല. 61 റൺസാണ് ക്ലാസൻ അടിച്ചുകൂട്ടിയത്. കൊൽക്കത്ത ഫസ്റ്റ് ബാറ്റിംഗിൽ 208 റൺസാണ് അടിച്ചുകൂട്ടിയത്. കൊൽക്കത്തയുടെ ബാറ്റിംഗിൽ മികച്ച കളി കാഴ്ചവെച്ചത് റസലായിരുന്നു. 25 ബോളിൽ 64 റൺസാണ് റസൽ അടിച്ചുകൂട്ടിയത്. റസൽ ഹൈദരാബാദിനെ പഞ്ഞിക്കിട്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. റസലിന് കൂട്ടായി റിങ്കു സിംഗും അടിച്ചു കളിച്ചപ്പോൾ കൂറ്റൻ ടാർഗറ്റ് കൊൽക്കത്തയ്ക്ക് ലഭിച്ചു. കളി കൊൽക്കത്ത ജയിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. എന്നാൽ പിന്നീട് സെക്കൻഡ് ബാറ്റിംഗിൽ SRHും അടിച്ചു കളിച്ചു. അങ്ങനെ കളി ലാസ്റ്റ് ഓവറിലേക്ക് നീണ്ടു. SRHന് 2 ഓവറിൽ 39 റൺസാണ് ജയിക്കാൻ ആവശ്യമുണ്ടായിരുന്നത്. ക്രീസിലുണ്ടായിരുന്നത് ഷഹബാസും ക്ലാസനുമായിരുന്നു. രണ്ടുപേരും കളി വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് രണ്ടുപേരും കാഴ്ചവെച്ചത്. ഇതോടുകൂടി SRHന് ഒരു ഓവറിൽ ജയിക്കാൻ 13 റൺസ് മാത്രം ആവശ്യമായി വന്നു. അതുപോലത്തെ ബാറ്റിംഗ് ആണ് SRH സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ കാഴ്ചവെച്ചത്. കളി ഹൈദരാബാദ് ജയിക്കുമെന്ന് ഉറപ്പായി. എന്നാൽ ലാസ്റ്റ് ഓവറിൽ നാടകീയ സംഭവങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ സൂപ്പർ ബാറ്റ്സ്മാൻ ക്ലാസൻ ഔട്ടായി. ലാസ്റ്റ് 4 ബോളിൽ 6 റൺസ് മാത്രമേ SRHന് ജയിക്കാൻ വേണ്ടിയിരുന്നുള്ളൂ. കളി SRH ജയിച്ചുവെന്ന് ഉറപ്പിച്ചു. അത്രയ്ക്കും വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ച SRHന് 4 ബോളിൽ 6 റൺസ് ഈസിയായിരുന്നു. എന്നാൽ ക്ലാസിന് ഔട്ടായതിനു പിന്നാലെ പെട്ടെന്നായിരുന്നു SRHന്റെ വിക്കറ്റുകൾ പോയത്. അവസാനം 6 റൺസ് എടുക്കാൻ സാധിക്കാതെ SRH കളി തോറ്റു. 99% ജയിച്ച മത്സരമാണ് SRH കൊണ്ടുപോയി കളഞ്ഞത്. അങ്ങനെ അവസാനം കൊൽക്കത്ത 4 റൺസിന്റെ വിജയം നേടുകയായിരുന്നു. അപ്പോൾ ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.